കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അതിന്റെ സ്റ്റാർട്ടിങ് മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. സർഫിന്റെ പ്രാധാന്യം, എന്താണ് സർഫ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, നെഹ്വ് സർഫ് തമ്മിലുള്ള മാറ്റങ്ങൾ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളായിരുന്നു പറഞ്ഞത്. ഇന്ന് അങ്ങനെ ജസ്റ്റ് നമ്മൾ തുടങ്ങി വെച്ചിരുന്നു. ഓക്കെ, അങ്ങനെ തുടങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. ഫാല ഫാല എന്നൊക്കെ സർഫാക്കി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇന്ന് ഇൻഷാല്ല കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഈ കണ്ടന്റിലേക്ക് കടക്കാം. നമ്മൾ പറഞ്ഞു ഈ കിതാബിന്റെ പേരെന്താന്ന് ഓർമ്മ ഉണ്ടോ? കിതാബ് സർഫിലെ ഫസ്റ്റ് ഓതുന്നത് മീസാൻ എന്ന് പറഞ്ഞ കിതാബാണ്. കിതാബ് സർഫ് എന്ന് പറഞ്ഞാൽ കുറച്ച് കിതാബുകൾ ഒരുമിച്ച് കൂട്ടിയ ഒരു സാധനമാണ്. ഇതിൽ മീസാൻ ഉണ്ട്, അജ്നാസുൽ കുബ്ര ഉണ്ടാവും, അജ്നാസ് സൂറ ഉണ്ടാവും, സഞ്ചാൻ ഉണ്ടാവും. ഇതൊക്കെ സർഫിൽ വരുന്ന കിതാബുകളാണ്. ഇതെല്ലാം കൂടി കൂട്ടിയ ഒരു 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 ചട്ടയിലാക്കിയ സാധനമാണ് കിതാബ് സർഫ്. അതിൽ നമ്മൾ ഫസ്റ്റ് ഓതുന്ന പല കിതാബുകളാണ് ഈ കിതാബ് സർഫ്. അതിൽ ഫസ്റ്റ് ഓതുന്ന കിതാബാണ് മീസാൻ എന്ന് പറഞ്ഞത്. മീസാനിന്റെ മുസന്നിഫ് ആരാന്നാ പറഞ്ഞത്? മീസാനിന്റെ ഓദർ മുഹമ്മദ് ലബ്ബ ഇബ്നു ഷെയ്ഖ് സ്വദഖത്തുല്ലാഹിൽ കാഹിരി. കായൽ പട്ടണത്തുള്ള സ്വദഖത്തുല്ലാ കാഹിരി എന്നവരുടെ മകനായ മുഹമ്മദ് ലബ്ബ എന്നവരാണ് നമ്മൾ ഓതുന്ന ഈ കിതാബ് മീസാൻ എന്ന കിതാബ് രചിച്ചത്. അതേപോലെ തന്നെ ഇനി അടുത്ത ഓതാനുള്ള 2 കിതാബുകളും അജ്നാസ് സൂറ, അജ്നാസുൽ കുബ്ര തുടങ്ങിയ 2 കിതാബുകളും രചിച്ചിട്ടുള്ളത് അവരാണെന്ന് നമ്മൾ സൂചിപ്പിക്കണ്ടായി. ഓക്കെ, അങ്ങനെ ഈ സർഫ് പഠിക്കുന്നതിന്റെ പ്രാധാന്യം എന്തായി നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു. തെറ്റില്ലാതെ അറബി ഭാഷ മനസ്സിലാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? സർഫും നഹവും നല്ലോണം പഠിക്കണം. പിന്നെ ഇതിന്റെ തുടക്ക കാലത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞ എന്താ, ഈ നബിതങ്ങളുടെ കാലത്തില്ല, പിന്നെ കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ അലി റളിയല്ലാഹുവിന്റെ ഒക്കെ കാലത്തെത്തിയപ്പോൾ എന്തായി, ഓതാന് പല പ്രശ്നങ്ങൾ നേരിട്ടു. മീൻസ് പല പല നാട്ടിലെ ആൾക്കാർ പല രൂപത്തിൽ ഖുർആൻ ഓതുകയും പല രൂപത്തിൽ സംസാരിക്കുകയൊക്കെ ചെയ്തപ്പോൾ അപ്പോഴാണ് ഒരു ഗ്രാമറിന്റെ ആവശ്യകത ഉണ്ടായത്. അങ്ങനെയാണ് ഇത് ഒരു വിജ്ഞാന ശാഖയായിട്ട് രൂപപ്പെടുന്നത്. അലി റളിയല്ലാഹു അൻഹു 4ാമത്തെ ഖലീഫയായിരുന്ന അലി റളിയല്ലാഹു അൻഹു ആയിരുന്നു അബുൽ അസ്വദ് ദ്വലി എന്ന പണ്ഡിതനോട് പറഞ്ഞത്, ഇങ്ങനെ ഈ ഒരു സെപ്പറേറ്റ് ആയിട്ട് ഈ ഇൽമിനെ ക്രോഡീകരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണ് അതിൽ ഗ്രന്ഥരചനകൾ നടക്കുന്നത്. ഇതൊരു പ്രത്യേക പഠനശാഖയായിട്ട് രൂപപ്പെടുന്നത്. പിന്നെ ഇൽമുൻ നഹ്വിന്റെയും സർഫിന്റെയും മാറ്റങ്ങളും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അത് ഞാൻ ജസ്റ്റ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതൊന്ന് സൂചിപ്പിച്ചതാണ്. ഇനി നിങ്ങൾ 2 ടെക്സ്റ്റ് ഞാൻ എന്തായിട്ടുണ്ട് നമ്മൾ LMS ഇട്ടിട്ടുണ്ട്. അതിലൊന്ന് മലയാളമാണ്, ഒന്ന് അറബിയാണ്. ഒന്ന് നമ്മൾ ഒന്ന് മീസാനാണ്, ഒന്ന് മലയാളമാണ്. ഈ മലയാളം നിങ്ങൾക്ക് സ്വന്തമായിട്ട് വായിച്ചു നോക്കിയാൽ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം വായിച്ചു നോക്കിയാൽ ഒന്നുകൂടി ക്ലിയർ ആവും. അല്ലെങ്കിൽ തന്നെ വായിച്ചു നോക്കിയാൽ അറബി ഭാഷനായിട്ട് ഒരു പ്രാഥമിക ധാരണ ഉണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാകും. പിന്നെ അതിൽ ഇംഗ്ലീഷിന്റെ ഒരു ട്രാൻസ്ലേഷൻ കൊടുത്തിട്ടുണ്ട്. ഫെയിൽ എന്ന് പറഞ്ഞാൽ വെർബാണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ചുകൂടി സിമ്പിൾ ആയിട്ട് കാര്യങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതും ഇൻഷാല്ലാ എന്ത് ചെയ്യാം, നിങ്ങൾ സ്വന്തമായിട്ട് ക്ലാസ് കഴിഞ്ഞോ അതിന് മുമ്പൊക്കെ ആയിട്ട് റെഫർ ചെയ്യാം. നമ്മൾ ആ ടെക്സ്റ്റിലുള്ള കുറച്ച് കാര്യങ്ങളും ഇന്നത്തെ ക്ലാസ്സിൽ സൂചിപ്പിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞത്, നിങ്ങൾ സ്ക്രീൻ എല്ലാവർക്കും ക്ലിയർ അല്ലേ? ചെക്ക് ചെയ്യട്ടെ. ഓക്കെ, സ്ക്രീൻ ക്ലിയർ അല്ലേ? അല്ലേ, സ്ക്രീൻ ക്ലിയർ അല്ലേ? കാണുന്നില്ലേ? ഓക്കെ, നമ്മൾ പറഞ്ഞു അറബിയിൽ പദങ്ങൾ ഉണ്ടാക്കാനും അതെങ്ങനെ ഉപയോഗിക്കണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇതിൽ പഠിക്കുക, സർഫിൽ പഠിക്കുക. അപ്പോൾ ഒരു സാധനം നമുക്കറിയാം, ഇപ്പൊ ഫഅല അല്ലെങ്കിൽ കൊല്ലുക,
കൊല്ലുക എന്നതിന്റെ അറബി എന്താണെന്ന് നമുക്കറിയാം, അല്ലെങ്കിൽ തിന്നുക എന്നതിന്റെ അറബി എന്താണെന്ന് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് തിന്നു എന്ന് ഉപയോഗിക്കാനും പിന്നെ തിന്നുന്നവൻ എന്ന് ഉപയോഗിക്കാനും തിന്നു കഴിഞ്ഞു അല്ലെങ്കിൽ തിന്നാൻ പോകുന്നു, അങ്ങനെ ഏത് രീതിയിൽ വേണമെങ്കിലും അതിന്റെ പല വേരിയേഷൻസ് ഉണ്ടല്ലോ, അത് എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ ആ ഒരു രീതിയിൽ പഠിക്കുന്നതിനാണ് സർഫ് എന്ന് പറയാം. അപ്പൊ അതിൽ പ്രാഥമികമായിട്ട് നമ്മൾ കുറെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നമ്മൾ അറിയാതെ തന്നെ മലയാളത്തിൽ നമുക്ക് മനസ്സിലാക്കുന്ന കാര്യങ്ങളുണ്ട്. ചിലത് പറയുമ്പോൾ എന്തായിരിക്കും, കഴിഞ്ഞു പോയ കാലമായിരിക്കും, ചിലത് വരാനുള്ള കാലമായിരിക്കും, ചിലത് വേർഡുകളായിരിക്കും. ഇപ്പോ ബഷീർ ചന്തയിൽ പോയി, അല്ലെങ്കിൽ അമീന് എവിടെയെങ്കിലും പോയി, ദുബായിൽ പോയി എന്ന് പറയുകയാണെങ്കിൽ അമീൻ എന്താണ്, ഒരു ഇസ്മാണ്, ഒരു നൗണാണ്. അതേപോലെ തന്നെ പോയി എന്നുള്ളത് ഒരു വെർബാണ്. പിന്നെ അവിടേക്ക് എന്നുള്ളത് എന്താണ്, അതിന്റെ ഇടയിൽ യോജിപ്പിക്കാൻ വേണ്ടി വരുന്ന ഒരു വേർഡാണ്. ഓക്കെ, അങ്ങനെ കുറച്ച് ധാരണകൾ നമ്മൾ മലയാളം പറയുമ്പോൾ അറിയാതെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പൊ അത് ഈ സംഭവങ്ങൾ തന്നെയാണ് അറബിയിലുള്ളൂ. പക്ഷെ അറബിയിൽ അതിനായിട്ടുള്ള കുറച്ച് പേരുകളൊക്കെ ഉണ്ടാവും. അത് പഠിക്കുക നമ്മൾ ആദ്യം ചെയ്യാം. അപ്പൊ ആദ്യം ഇനി കൺസെപ്റ്റുകളൊക്കെ പറയാൻ ചെയ്യാം. ഇപ്പോ എന്താണ് ഫീലുകൾ എത്ര ഇനുണ്ട്, അതേപോലെ തന്നെ ഇസ്മ എന്താണ്, ഹർഫ് എന്താണ്, അങ്ങനെ കുറെ ടേംസ് ഉണ്ട്. അത് ടേംസുകൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ബാക്കി സർഫും കാര്യങ്ങളൊക്കെ നമുക്ക് കുറച്ചുകൂടി സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പോ സംസാരിക്കാൻ എന്ത് വേണം, ഇതിൽ ഈ ടെക്സ്റ്റ് നോക്കിയാൽ മതി, മനസ്സിലാവും. സംസാരിക്കാൻ നമുക്ക് സെന്റൻസ് വേണം. സെന്റൻസുകൾ ഉണ്ടാക്കാൻ വേർഡ്സുകൾ വേണം. ഈ വേർഡ്സിനാണ് അറബിയിൽ എന്ത് പറയാം, കലിമത്ത് എന്ന് പറയാം. ലഫ്ദ്, കലിമത്ത് എന്നൊക്കെ പറയും. ലഫ്ദ്, കലിമത്ത് എന്നൊക്കെ പറയും. അത് കൂടിയിട്ടുണ്ടാകുന്ന സെന്റൻസിന് കലാം എന്ന് പറയും. ഇപ്പൊ കലാം എന്ന് പറഞ്ഞാൽ എന്താണ്, സെന്റൻസ് ആണ്. കലാം എന്ന് പറഞ്ഞാൽ ഒരു സെന്റൻസ് ആണ്. കലിമത്ത് എന്ന് പറഞ്ഞാലോ വേർഡ്സ്, ലഫ്ദ്, അതാണ് കലിമത്ത്. ലഫ്ദ് അതായത് വേർഡ്, ഒരു വാക്ക്, അതിനാണ് കലിമത്ത് ലഫ്ദ് എന്നൊക്കെ പറയാം. ഇനി ഈ കലിമത്തുകളെ പറ്റിയാണ് നമ്മൾ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ചർച്ച ചെയ്ത് തുടങ്ങുന്നത് കേട്ടോ. കലിമത്തുകളെ പറ്റിയാണ് നമ്മൾ ഇന്ന് പറയുന്നത്. അപ്പോൾ കലിമത്തുകൾ 3 ഇനുണ്ട്: ഫിഅല്, ഇസ്മ്, ഹർഫ്. ഫിഅല്, ഇസ്മ്, ഹർഫ്. ഇത് എഴുതി വെച്ചാൽ ഒന്നുകൂടി സിമ്പിൾ ആയിട്ടൊക്കെ മനസ്സിലാവും. കലിമത്തുകൾ ഫിഅല്, ഇസ്മ്, ഹർഫ് തുടങ്ങിയാണ്. ഫിഅല് എന്ന് പറഞ്ഞാൽ എന്താ, വെർബ്. നമ്മൾ ഒരു കാര്യം ചെയ്യുക എന്നതിനെ സൂചിപ്പിക്കുന്ന ഒരു പദമാണ് വെർബ്. അപ്പൊ പോയി, വന്നു, ഇരുന്നു, ഭക്ഷണം കഴിച്ചു, അങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാ വേർഡ്സും എല്ലാ കലിമത്തുകളും അതിനാണ് എന്ത് പറയാ, അറബിയിൽ ഫിഅല് എന്ന് പറയാം. ഇംഗ്ലീഷിൽ വെർബ് എന്ന് പറയും, അറബിയിൽ അതിന് ഫിഅല് എന്ന് പറയും. ഇനി ഇസ്മ് എന്ന് പറഞ്ഞാൽ ഒരാളുടെ ഇസ്മാവാം, അല്ലെങ്കിൽ അവൻ, അവൾ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഇസ്മുകളൊക്കെ ആവാം. ഇപ്പൊ അങ്ങനെയുള്ള വാക്കുകളുണ്ട്. അവൻ കൊണ്ടോട്ടി പോയി, അല്ലെങ്കിൽ അവൻ എന്തെങ്കിലും ചെയ്തു. അങ്ങനെ അവൻ എന്ന് പറഞ്ഞാൽ എന്താണ്, അതൊരു ഇസ്മാണ്. അല്ലെങ്കിൽ ഇപ്പൊ ഒരാളെ പറ്റിയിട്ട് അമീന്, വേറെങ്കിലും പോക്കര്, വേറെങ്കിലും ഒരു നിശ്ചിതമായ ഒരാളെ പറ്റിയിട്ട് പറഞ്ഞ വേർഡ്സ്, ഈ ഒരു എന്താ പറയാ സൂചിപ്പിക്കുന്ന കലിമത്തുകൾ, അതിനാണ് ഇസ്മ എന്ന് പറയാം. ഇനി ഹർഫ് എന്ന് പറഞ്ഞാല് ഇത് രണ്ടും അല്ലാത്ത സാധനങ്ങൾക്കാണ് പൊതുവെ നമ്മൾ ഹർഫാണെന്ന് പറയാം. ഉദാഹരണത്തിന് അവിടേക്ക് എന്നൊക്കെ പറയുന്നു. ഇംഗ്ലീഷിലും അങ്ങനെ ഉണ്ടാവും. ബെഞ്ചിൽ വെച്ചു, ബെഞ്ചിന്മേൽ വെച്ചു, അല്ലെങ്കിൽ ഓഫ്, അതിന്റെ, ഇന്ത്യയുടെ ദേശീയ പിതാവ്, ഇന്ത്യയുടെ പതാക, അങ്ങനെയൊക്കെ പറയല്ലോ. കമ്പ്യൂട്ടറിന്റെ ഒരു ഭാഗം. അപ്പോ അതിനെ വേണ്ടിയിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കുറച്ച് വേർഡ്സുകളുണ്ട്, കലിമത്തുകളുണ്ട്. അതിനാണ് ഹർഫ് എന്ന് പറയാം. പാർട്ടിക്കിൾ എന്നാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. വെർബ്, നൗണ്, പാർട്ടിക്കിൾ. അപ്പോ നമ്മൾ ഭാഷ പഠിക്കുക കേട്ടോ. മൊത്തത്തില് ഭാഷ എന്ന് പറയുമ്പോൾ വാചകങ്ങളാണ്, കലാമുകളാണ് എന്ന് മനസ്സിലാക്കുക. അതിൽ തന്നെ ഓരോ കുറച്ചുകൂടി സൂക്ഷ്മമായിട്ട് നോക്കുമ്പോൾ കുറെ വേർഡ്സ് കൂടിയതാണ് എന്താണ് ഒരു സെന്റൻസ്. കുറെ വേർഡ്സ് കൂടിയതാണ് ഒരു സെന്റൻസ്. ആ വേർഡ്സ് തന്നെ നമ്മൾ 3 ആയിട്ട് ഡിവൈഡ് ചെയ്തു.
ഏതൊക്കെ തരത്തിലുള്ള കലിമത്തുകൾ വേർഡ്സുകൾ ഉണ്ട്? ഫീൽ ഉണ്ട്, ഇസ്മ ഉണ്ട്, ഹർഫ് ഉണ്ട്. ഓക്കെ, അത് ക്ലിയർ അല്ലേ? ഹലോ, ക്ലിയർ അല്ലേ? ഓക്കെ. ഇനി ഇനി നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്നത് ഫീൽഡിനെ കുറിച്ചാട്ടോ. ഫീൽഡിനെ കുറിച്ചാണ്. ഈ ഒരു ഒരു സെന്റൻസിൽ നമ്മൾ മൂന്നാക്കി തിരിച്ചു. കലിമത്തുകളെ കുറെ ആക്കി തിരിച്ചു. കലിമത്തുകൾ പറഞ്ഞാൽ വേർഡ്സിനെ പദങ്ങളെ കുറെ ആക്കി തിരിച്ചു. അതിൽ തന്നെ ഫീലുകൾ ഉണ്ട്. ഫീലുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഒരു സമയത്തിനെ കുറിക്കുന്ന, അല്ല, ഒരു കാര്യത്തെ, ഒരു പ്രവൃത്തിയെ കുറിക്കുന്ന പദങ്ങളാണ് ഫീൽ എന്ന് പറഞ്ഞാൽ. അത് 4 ഇനമുണ്ട്. മാദി, മുദാരി, അമ്ര, നഹി. നമ്മൾ ഇന്നലെ സൂചിപ്പിച്ചിരുന്നു ജസ്റ്റ് കഴിഞ്ഞ ക്ലാസ്സിൽ. മാദി, മുദാരി, അമ്ര, നഹി. മാദി എന്ന് പറഞ്ഞാല് കഴിഞ്ഞു പോയത്. മുദാരി എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചർ ആൻഡ് പ്രസന്റ് രണ്ടും ഉണ്ട്. മുസ്തഖ്ബിൽ എന്ന് പറയും കേട്ടോ അതിന്. അതേപോലെ തന്നെ അമ്ര എന്ന് പറഞ്ഞാല് ചെയ്യാനുള്ള കാര്യങ്ങള്. നഹി എന്ന് പറഞ്ഞാല് അരുത്, മീൻസ് ചെയ്യരുത് എന്ന് പറയുന്ന കാര്യങ്ങള്, വേർഡ്സ്. ഇതാണ് ഫീലുകള്. ഫീലുകൾ മൊത്തത്തിൽ ഇപ്പൊ 4 ഇനുണ്ട്. മാദി, മുദാരി, അമ്ര, നഹി. ഓക്കെ. ഇനി അറബിയില് ഉള്ള വേറെയും കുറച്ച് പ്രത്യേകത പറയണം. മറ്റു ഭാഷകളിലും ഉണ്ട്, അറബിയിൽ കുറച്ച് കൂടുതലായിട്ടുണ്ട്. അത് പിന്നെ മനസ്സിലാവും. സ്ത്രീലിംഗവും പുല്ലിംഗവും ഉണ്ട്. അപ്പൊ ഈ സ്ത്രീലിംഗത്തെ അല്ലെങ്കിൽ സ്ത്രീകൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന പദത്തെ അതിനെ കുറിക്കാനാണ് മുഅന്നസ് എന്ന് ഉപയോഗിക്കുന്നത്. മുഅന്നസ്, മുദക്കർ എന്ന് പറയും. മുഅന്നസ്, മുദക്കർ. അപ്പൊ മുഅന്നസ് എന്ന് പറഞ്ഞാല് സ്ത്രീകൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന പദങ്ങള്. അപ്പൊ അവൾ ചെയ്തു, അവർ കുറെ സ്ത്രീകൾ വന്നു, അവർ കുറെ സ്ത്രീകൾ പോയി. അങ്ങനെ സ്ത്രീകളെ കുറിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന കലിമത്തുകൾക്ക് അത് മുഅന്നസ് ആണെന്ന് പറയും. ഓക്കെ. ഇനി പുരുഷന്മാരെ കുറിക്കാൻ ഉപയോഗിക്കുന്നതാണെങ്കിൽ മുദക്കർ എന്നും പറയും. പുരുഷന്മാരെ കുറിക്കാൻ ഉപയോഗിക്കുന്നതാണെങ്കിൽ മുദക്കർ എന്ന് പറയും. ഇനി വേറെ ഒരു ഡിഫറൻസിയേഷൻ ഉണ്ട്. ഇതൊക്കെ എഴുതി നോക്കണം, അപ്പോഴാണ് കുറച്ചുകൂടി ക്ലിയർ ആവുക. നമ്മൾ ആദ്യമായിട്ട് പറഞ്ഞു ലഫ്ലുകൾ, കലിമത്തുകൾ 4 ഇനാണ്. ഒന്ന് മാലി, ഒന്ന് മുദാരി, ഒന്ന് അമ്ര, ഒന്ന് നഹി. പിന്നെ അത് കഴിഞ്ഞു. അത് അവിടെ ഫുൾ സ്റ്റോപ്പ് ഇടാം. ഇത് അടുത്തൊരു കാര്യമാണ് പറയണത്. കലിമത്തുകൾ തന്നെ വേറെ 2 രീതിയിൽ വേർതിരിക്കാൻ പറ്റും. ഒന്ന് മുഅന്നസ്, ഒന്ന് മുദക്കർ. ഒന്ന് പുരുഷൻ ചെയ്തു എന്ന് പറയാൻ ഉപയോഗിക്കുന്ന വാക്കുകൾ. ഒന്ന് സ്ത്രീ ചെയ്തു എന്ന് പറയാൻ ഉപയോഗിക്കുന്ന വാക്കുകൾ. അതിനാണ് മുദക്കർ, മുഅന്നസ് എന്ന് പറയാം. അപ്പൊ നമ്മള് ഇനി ഞാൻ വരച്ച് കാണിച്ചു തരാം. വേറൊരു ഇതിലെന്തോ ഓപ്ഷൻ ഉണ്ടോ നോക്കട്ടെ. ഇനി അടുത്തൊരു ഡിഫറൻസിയേഷൻ, അടുത്തൊരു വിഭജനാണ് ഇത് ഈ കലിമത്തുകളിൽ നടക്കുന്നത്, അല്ലെങ്കിൽ മാലിയായ ഫീലുകളിൽ. ഒരു ഫീലിന്റെ കാര്യത്തിൽ എടുക്കുമ്പോൾ നടക്കുന്ന ഒരു കാര്യമാണ് വാഹിദ്, തസ്നിയ, ജം എന്ന് പറഞ്ഞ സംഭവം. വാഹിദ്, തസ്നിയ, ജം. അത് ഇംഗ്ലീഷിലൊക്കെ ഉള്ളത്, മലയാളത്തിലൊക്കെ ഉള്ളത് നമ്മൾ പറയും അവൻ പോയി, അവനൊരു പുരുഷൻ പോയി എന്ന് പറയും. അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ട് അവൻ പോയി, ഓൻ പോയി എന്നൊക്കെ പറയും. ഇനി കുറെ ആൾക്കാർ പോയാൽ അവര് പോയി എന്ന് പറയും. അത് 2 എണ്ണേ മലയാളത്തിലും ഇംഗ്ലീഷിലൊക്കെ ഉള്ളൂ. ഈ വെന്റ് അല്ലെങ്കിൽ ദേ വെന്റ് അങ്ങനെയൊക്കെ പറയാം. പക്ഷെ അറബിയിലേക്ക് വരുമ്പോൾ 2 ആൾക്കാരെ പറ്റി സൂചിപ്പിക്കാൻ സെപ്പറേറ്റ് വേർഡ് ഉണ്ട്. അതാണ് വാഹിദ്, തസ്നിയ, ജം എന്ന് പറഞ്ഞാല്. വാഹിദ്, തസ്നിയ, ജം. ഇവിടെ കാണാം. വാഹിദ്, തസ്നിയ, ജം. ഓക്കെ. അപ്പൊ അവൻ ഒരു പുരുഷൻ, ഫഅല എന്ന് പറഞ്ഞാൽ അവനൊരു പുരുഷൻ ചെയ്തു എന്നാണ്.
ഫഅല എന്ന് പറഞ്ഞാൽ അവർ 2 പുരുഷന്മാർ ചെയ്തു എന്നാണ്. ഫഅലു എന്ന് പറഞ്ഞാൽ അവർ കുറെ പുരുഷന്മാർ ചെയ്തു എന്നാണ്. ഓക്കെ, അപ്പോ വാഹിദ് ഉണ്ട്, ഫേലില് തന്നെ വാഹിദ് ഉണ്ട്, തസ്നിയ ഉണ്ട്, ജം ഉണ്ട്. വാഹിദ് ഉണ്ട്, തസ്നിയ ഉണ്ട്, ജം ഉണ്ട്. ഇത് വാഹിദ് എന്ന് പറഞ്ഞാൽ ഒരാൾ ചെയ്തു, ഒരാൾ വന്നു, ഒരാളെ പറ്റി സൂചിപ്പിക്കാനുള്ള പദമാണ്, ഫിഇലാണ്. ഇനി തസ്നിയ എന്ന് പറഞ്ഞാൽ രണ്ടാൾക്കാരെ സൂചിപ്പിക്കാനുള്ളതാണ്. അവർ രണ്ടാൾക്കാർ ചെയ്തു, അവർ രണ്ടാൾക്കാർ തിന്നു തുടങ്ങിയിട്ടുള്ള ഫീലുകൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് തസ്നിയയുടെ രൂപം ഉപയോഗിക്കുന്നത്. ഇനി രണ്ടിലധികം പേര്, കുറെ പേരുണ്ടെങ്കിൽ അതിനാണ് ജം യൂസ് ചെയ്യുക. അവര് പോയി, അവർ വന്നു, അവർ കളിച്ചു തുടങ്ങിയൊക്കെ യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ജം യൂസ് ചെയ്യും. ഓക്കെ, ഇനി അടുത്തൊരു ഒരു കാര്യമാണ് പറയണത്. ഫായിലുണ്ട്, അല്ല മഅറൂഫ് ഉണ്ട്, മജ്ഹൂൽ ഉണ്ട്. അതും മലയാളത്തിൽ യൂസ് ചെയ്യാറുണ്ട്. മലയാളത്തിൽ അത്ര കോമൺ അല്ല, എന്നാലും നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അത് എല്ലാ ഭാഷകളിലും അങ്ങനെ തന്നെയാണ്. അത്ര കോമൺ ആയിട്ട് യൂസ് ചെയ്യാത്ത സാധനമാണ് മജ്ഹൂൽ എന്ന് പറഞ്ഞത്. മഅറൂഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ പൊതുവെ പറയുന്ന കാര്യങ്ങൾ. ഒരാള് പോയി, ചെയ്തു, ഭക്ഷിച്ചു, അടിച്ചു, അതിനൊക്കെയാണ് എന്താ പറയാ, മഅറൂഫായ പദങ്ങൾ എന്ന് പറയാം. എന്ന് വെച്ചാൽ അതിന്റെ സബ്ജക്റ്റിന്, അതിന്റെ കർത്താവിന്, അത് ആരാണ് ചെയ്തതെന്ന് വെച്ചാൽ അയാളെ പറഞ്ഞിട്ടുണ്ടാവും. ഇപ്പൊ അവർ പോയി അല്ലെങ്കിൽ അവൻ അടിച്ചു എന്നാണെങ്കിൽ ആരാണ് അടിച്ചതെന്ന് പറഞ്ഞിട്ടുണ്ട്. അവൻ തിന്നു എന്നാകുമ്പോ ആരാണ് തിന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലെ? അങ്ങനത്തെ പദങ്ങളാണ് മഅറൂഫായ പദം എന്ന് പറയാം, മഅറൂഫായ ഫീൽ എന്ന് പറയാം. ഇനി അതേ സമയം തന്നെ മജ്ഹൂൽ ഉണ്ട്. മജ്ഹൂൽ എന്ന് പറഞ്ഞാല് ഇങ്ങനെ അറിയില്ല, ആരാണ് ചെയ്തത് എന്നറിയില്ല. ഉദാഹരണത്തിനാണ് കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞു. കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഒരാൾ കൊല്ലപ്പെട്ടു, അത് ചെയ്യപ്പെട്ട ആളാണ് അവിടെ അറിയപ്പെടുന്നത്. അത് ആരാണ് കൊന്നതെന്ന് അറിയില്ല. ഒരാൾ അടിക്കപ്പെട്ടു, ഒരാൾ കൊല്ലപ്പെട്ടു, ഒരാൾ അടിക്കപ്പെട്ടു എന്നൊക്കെ പറഞ്ഞാല് എന്താണ് ഇവിടെ അർത്ഥം? അയാൾ ആരോ അടിച്ചിട്ടുണ്ട്, ആരാണ് അടിച്ചതെന്ന് അറിയില്ല. ഓക്കെ, അതാണ് മജ്ഹൂൽ എന്ന് പറയാം. മഅറൂഫ് എന്ന് പറഞ്ഞാല് നേരെ തിരിച്ച് അത് ചെയ്ത ആരാണെന്ന് അറിയാൻ പറ്റും. അതിനെയാണ് മഅറൂഫ് എന്ന് പറയാം. ഓക്കെ, അതാണ് മഅറൂഫും മജ്ഹൂലും അതിലുള്ള വ്യത്യാസങ്ങൾ. ഇനി സ്വന്തത്തെ കുറിക്കാനുള്ള പദങ്ങളും അതിന് മുത്തക്കല്ലിമ എന്നാണ് പറയാം. സ്വന്തം ചെയ്തു, ഞാൻ ചെയ്തു, ഞങ്ങൾ ചെയ്തു എന്ന് സൂചിപ്പിക്കാനുള്ള പദങ്ങളുണ്ട്. അതിനാണ് എന്ത് പറയാ, മുത്തക്കല്ലിം എന്ന് പറയാം. അതിനാണ് മുത്തക്കല്ലിം എന്ന് പറയാം. ഇനി നമ്മൾ നേരത്തെ അർത്ഥം പറഞ്ഞ കൂട്ടത്തിൽ പറയുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും, അടുത്തുള്ള ആളെ സൂചിപ്പിക്കാന് കുറച്ച് പദങ്ങൾ, വേർഡ്സ് യൂസ് ചെയ്യും. അടുത്തില്ലാത്ത ആൾക്കാരെ യൂസ് ചെയ്യാന് വേറെ പദങ്ങൾ യൂസ് ചെയ്യും. അതായത് സംബോധകരെ കുറിക്കാൻ ഇവിടെ ഉള്ള ആൾക്കാരോട് നമ്മൾ എങ്ങനെ പറയാ, നീ ചെയ്തു, നീ വന്നു, നീ പോയി, നിങ്ങൾ കുറച്ച് ആൾക്കാർ ഭക്ഷണം കഴിച്ചു തുടങ്ങിയ കാര്യങ്ങളാണ് പറയുന്നത്. അവർക്കാണ് ഹാദിർ എന്ന് പറയാം. ഇവിടെ അടുത്തുള്ള ആൾക്കാർ. അപ്പൊ അവരെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേക രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഫീൽ യൂസ് ചെയ്യുന്നുണ്ട്. ഇനി ഇവിടെ അടുത്തില്ലാത്ത ആൾക്കാരുണ്ടാവും, അവരാണ് ഗായിബായ ആൾക്കാർ. അവരെ സൂചിപ്പിക്കാൻ വേണ്ടിയും വേറെ ഫീലുകൾ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത്തരം വിഷയങ്ങളാണ് നമ്മളിപ്പോ പറഞ്ഞത്. മാദി ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. അതിനു മുമ്പ് നിങ്ങളുടെ ടെക്സ്റ്റ് ഒക്കെ നിങ്ങളുടെ കയ്യിലുണ്ടാവുമെന്ന് തോന്നുന്നത്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കും. ഞാൻ ബോർഡിന്റെ സെറ്റപ്പ് കൂടി ചെയ്തിട്ട് ഒന്ന് വരച്ച് നമുക്ക് കാര്യങ്ങൾ പറയാം. അപ്പോൾ കുറച്ചുകൂടി സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ.
ഹലോ ഹലോ ക്ലിയർ ആണോ? എപ്പോ? ഇപ്പോഴല്ലേ? ആ പറയാം പറയാം. ഞാനിത് എഴുതാനുള്ള എന്തോ സെറ്റപ്പ് നോക്കുന്നു. സ്ക്രീൻ കാണുന്നില്ലേ ഇപ്പോ? സ്ക്രീൻ കാണുന്നില്ലേ? ഹലോ ബ്ലാങ്ക് ആയിട്ടോ? ഓക്കെ. അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞത് എന്താ? നമ്മൾ ആദ്യം പറഞ്ഞു കലാം എന്നൊരു സംഭവമുണ്ട്. കലാം എന്ന് പറഞ്ഞാല് എഴുത്ത് ശരിയാവുന്നില്ലല്ലോ. കലാം ആദ്യം ഒരു ജാംബോർഡ് എന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ടായിരുന്നു. അത് കിട്ടുന്നില്ല. ഏതായാലും അടുത്തതിൽ ക്ലിയർ ആക്കാൻ വിചാരിക്കണ്ടേ. ഇപ്പോ നമ്മൾ ഒന്നുകൂടി ചുരുക്കിയിട്ട് പറയാം വിഷയങ്ങള്. ഓക്കെ. ഇപ്പൊ നമ്മൾ പറഞ്ഞു ഒരു സെന്റൻസ്, അറബിയിൽ സെന്റൻസിന് എന്തെന്ന് പറയും? കലാം എന്നാണ് പറയാ. അറബിയിലെ സെന്റൻസിന് കലാം എന്നാണ് പറയാ. ഈ കലാമിനെ തന്നെ സൂക്ഷ്മമായിട്ട് നോക്കുമ്പോൾ അത് വേർഡ്സ് കൂടിയിട്ടാണ്, ഓരോ പദങ്ങൾ കൂടിയിട്ടാണല്ലോ ഒരു സെന്റൻസ് ഉണ്ടാവുക. ഒരു പദങ്ങൾ കൂടിയിട്ടാണ് സെന്റൻസ് ഉണ്ടാവുക. അപ്പൊ ഈ പദങ്ങൾ ഏതൊക്കെ രീതിയിൽ വരാൻ പറ്റും? 3 രീതിയിലാണ് പദങ്ങൾ വരിക. അതാണ് ഈ പറഞ്ഞത് ഫിഅല്, ഇസ്മ്, ഹർഫ്. ഓക്കെ. ഇനി അതിൽ തന്നെ ഫീലിന്റെ കാര്യങ്ങളാണ് നമ്മൾ ഇപ്പൊ എടുക്കുന്നത്. ഫീലിന്റെ കാര്യങ്ങളാണ് നമ്മൾ ഇപ്പൊ എടുക്കുന്നത്. ഫീല് 4 രീതിയിൽ വരും. ഫീൽ എന്ന് പറഞ്ഞാൽ പ്രവർത്തനം, പ്രവൃത്തി. ആ. ഇസ്മ എന്ന് പറഞ്ഞാല് നാമം, നൗണ്. നാമം. ഹർഫ് എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും അല്ലാത്തത്. അത് മലയാളത്തില് എന്താ പറയാന്ന് എനിക്കറിയില്ല. ഇംഗ്ലീഷില് പ്രപ്പോസിഷൻ എന്നൊക്കെ പറയും. പാർട്ടിക്കിൾ. ഇനി അതില് നമ്മൾ എടുത്തു ഇസ്മ, ഫീല്, ഹർഫ് ഉണ്ട്. അതെല്ലാമാണ് കലിമത്തുകൾ, പദങ്ങൾ എന്ന് പറഞ്ഞതിന് ശേഷം നമ്മൾ പറഞ്ഞു ഇനി ഫീലിന്റെ കാര്യം പ്രത്യേകമായിട്ട് എടുക്കാണ്. ഫീല് നോക്കുമ്പോൾ ഏതൊക്കെ രീതിയിലുള്ള ഫീലുകൾ ഉണ്ട്? മാലി ഉണ്ട്, മുലാരി ഉണ്ട്, അമ്ര ഉണ്ട്, നഹി ഉണ്ട്. ഓക്കെ. മാലി, മുലാരി, അമ്ര, നഹി. അതില് മാലിയാണ് നമ്മൾ ഫസ്റ്റ് ആയിട്ട് എടുക്കാൻ പോകുന്നത് കേട്ടോ. മാലിയാണ് നമ്മൾ ഫസ്റ്റ് ആയിട്ട് എടുക്കാൻ പോകുന്നത്. അതിന് മുമ്പ് നമ്മൾ വേറെ കുറച്ചുകൂടി കാര്യങ്ങൾ പറഞ്ഞു. അത് ടേംസ് ആണ്. ഇതിൽ പറയുന്ന കുറച്ച് സാങ്കേതിക പദങ്ങളാണ്. അപ്പൊ അതില് ഏതൊക്കെയാ നമ്മൾ പറഞ്ഞത്? നമ്മൾ പറഞ്ഞു മുഅന്നസ്, മുദക്കർ. മുഅന്നസ്, മുദക്കർ എന്ന 2 സംഭവങ്ങളുണ്ട്. മുഅന്നസ് എന്ന് പറഞ്ഞാൽ എന്താ? സ്ത്രീകളെ കുറിക്കാനുള്ള ഫീലുകൾക്കാണ് മുഅന്നസ് എന്ന് പറയാം. മുദക്കർ എന്ന് പറഞ്ഞാല് ആണുങ്ങളെ കുറിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പദങ്ങൾക്കാണ്
ഫീലുകൾക്കാണ് മുദക്കർ എന്ന് പറയാം. ഇനി 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 അടുത്തൊരു വിഭജനം നമ്മൾ പഠിച്ചു. ഈ ഫീലുകളെ തന്നെ വേറെ രീതിയിൽ തരംതിരിക്കാൻ പറ്റും. അതാണെന്ത്? വാഹിദ്, തസ്നിയ, ജംഅ്. വാഹിദ്, തസ്നിയ, ജംഅ് എന്ന 3 രീതിയിലുള്ള സംഭവങ്ങൾ. അതിൽ വാഹിദ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരാളെ പറ്റി പറയുന്ന സാധനത്തിനാണ്, ഒരാളെ പറ്റി പറയുന്ന ഫീലിനാണ് വാഹിദ് എന്ന് പറയാം. 2 ആൾക്കാരെ പറ്റി പറയുന്നതിനാണ് തസ്നിയ എന്ന് പറയാം. 3 ആൾക്കാരെ പറ്റി പറയുന്നതിനാണ്, അങ്ങനെ പറയുന്ന ഫീലുകൾക്കാണ് ജംഅ് എന്ന് പറയാം. ഓക്കെ. ഇനി ഒരു തരത്തില് ഈ ഫീലുകളെ വിഭജിക്കാനുള്ള ഒരു മാനദണ്ഡം പറഞ്ഞതാണ്. വേറൊരു മാനദണ്ഡമാണ് മാറൂഫ് മജ്ഹൂൽ എന്നുള്ളത്. മാറൂഫ് എന്ന് പറഞ്ഞാല് ചെയ്ത ആളെ അറിയപ്പെടുന്ന ഫീലുകൾക്കാണ് മാറൂഫ് എന്ന് പറയാം. ഉദാഹരണത്തിന് നമ്മൾ പറഞ്ഞത് ഒരാൾ കൊന്നു എന്ന് പറഞ്ഞാൽ, ഒരാൾ അടിച്ചു എന്ന് പറഞ്ഞാൽ അതിനാണ് മാറൂഫായ ഫീൽ എന്ന് പറയാം. ഇനി വേറൊന്നാണ് മജ്ഹൂലായ ഫീൽ. മജ്ഹൂലായ ഫീൽ എന്ന് പറഞ്ഞാൽ ചെയ്ത ആരാന്ന് വ്യക്തമായിട്ട് അറിയലുണ്ടാവില്ല. ഉദാഹരണത്തിനാണ് നമ്മൾ എന്ത് പറഞ്ഞത്? കൊല്ലപ്പെട്ടു, അടിക്കപ്പെട്ടു എന്നൊക്കെ പറഞ്ഞത്. അപ്പൊ അവിടെ അടി കിട്ടിയ ആളും കൊല്ലപ്പെട്ട ആളുമാണ്, അയാളെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പൊ ആ ഫീലിന് എന്ത് പറയും? മജ്ഹൂലായ ഫീൽ എന്ന് പറയും. ഓക്കെ. ഇനി നമ്മൾ വേറൊരു രീതിയിൽ തരംതിരിച്ച് പറഞ്ഞു, സ്വന്തത്തെ കുറിക്കാൻ മുത്തക്കല്ലിമിനെ, അതാണ് മുത്തക്കല്ലിമിനെ പറ്റി പറയാം. മുത്തക്കല്ലിമിനെ സൂചിപ്പിക്കുന്ന ഫീലുകൾ എന്ന് അതിന് പറയും. സ്വന്തത്തെ കുറിക്കാൻ വേണ്ടി പറയുന്നത്, അതായത് ഞാൻ ചെയ്തു, ഞാൻ അടിച്ചു എന്ന് പറയുന്ന കാര്യങ്ങൾ. ഇനി വേറൊന്നാണ് ഇവിടെയുള്ള ഹാജറായ ആൾക്കാരെ പറ്റി പറയാനുള്ള കുറച്ച് ഫീലുകളുണ്ട്. അതായത് അവൻ, നീ, നിങ്ങൾ ചെയ്തു, നിങ്ങൾ പോയി തുടങ്ങിയ കാര്യങ്ങളെ പറ്റി പറയാനുള്ളതിന് ഹാജറായ ഫീൽ എന്നാണ് പറയാം. ഗായിബ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ സ്ഥലത്തില്ലാത്ത ആൾക്കാരെ പറ്റിയിട്ട് അവൻ ചെയ്തു, അവർ ചെയ്തു എന്ന് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ സൂചിപ്പിക്കാൻ ഗായിബ് എന്ന് പറയും. ഓക്കെ, ഇത്ര ക്ലിയർ ആയി? ഇനി നമുക്ക് നമ്മൾ കിതാബിലേക്ക് തിരിച്ചു വരാം. നമ്മൾ ഓതുന്ന കിതാബാണ് മീസാൻ. ഓക്കെ, അപ്പൊ അതിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു ഫഅല, ഫഅല, ഫഅലു, ഫഅലത്ത്, ഫഅലത്ത, ഫഅൽന, ഫഅൽത്ത, ഫഅൽത്തുമാ, ഫഅൽത്തും, ഫഅൽത്തി, ഫഅൽത്തുമാ, ഫഅൽത്തുന്ന, ഫഅൽത്തു, ഫഅൽന. അല്ലേ? ഇതെല്ലാരും പഠിച്ചല്ലോ അല്ലേ? ഒന്ന് പറഞ്ഞു നോക്കാം നമുക്ക്. ഫഅല, ഫഅല ഒന്ന് പറഞ്ഞു. ഫഅല, ഫഅല, ഫഅലു, ഫഅലത്ത്, ഫഅലത്ത, ഫഅൽന, ഫഅൽത്ത, ഫഅൽത്തുമാ, ഫഅൽത്തും, ഫഅൽത്തി, ഫഅൽത്തുമാ, ഫഅൽത്തുന്ന, ഫഅൽത്തു, ഫഅൽന. നമ്മൾ ഇത്ര മാത്രമേ ഇന്ന് നോക്കുന്നുള്ളൂ കേട്ടോ. ഇതിന്റെ അർത്ഥം കൂടി പറഞ്ഞത് മനസ്സിലായി കഴിഞ്ഞാൽ ഇന്നത്തെ ക്ലാസ് കഴിയും. ഓക്കെ, ഇനി ഇതിൽ ഫസ്റ്റ് കണ്ടോ ഫഅല. ഫഅല എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഫഅല എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഓർമ്മ ഉണ്ടോ? ഫഅല എന്ന് പറഞ്ഞാൽ അവൻ ഒരു പുരുഷൻ ചെയ്തു, അവൻ ഒരു പുരുഷൻ ചെയ്തു. ഇത് മനസ്സിലാക്കേണ്ടത് നമ്മൾ മാലി മാറൂഫിനെ പറ്റിയാണ് പറയുന്നത്. കഴിഞ്ഞു പോയ കാലങ്ങളെ പറ്റിയുള്ള ഫീലുകളെ പറ്റിയാണ് നമ്മളോട് പറയുന്നത്. കഴിഞ്ഞ കാലത്ത് ചെയ്തു എന്നതിനെ സൂചിപ്പിക്കുന്ന ഫീലുകളെ പറ്റിയാണ് നമ്മളിവിടെ പറയുന്നത്. അതിന്റെ സർഫാണ് ഇവിടെ ഉള്ളത്. അതാണ് ഫഅല, ഫഅല, ഫഅലു, ഫഅലത്ത്, ഫഅലത്ത, ഫഅൽന, ഫഅൽത്ത, ഫഅൽത്തുമാ, ഫഅൽത്തും, ഫഅൽത്തി, ഫഅൽത്തുമാ, ഫഅൽത്തുന്ന, ഫഅൽത്തു, ഫഅൽന എന്ന് പറഞ്ഞത്. ഇതിന്റെ ഫസ്റ്റ് ഫഅല എന്ന് പറഞ്ഞാൽ ചെയ്തു. ഫഅല എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കുറച്ചു നേരം ഉണ്ടാക്കി. ഫഅല എന്ന് പറഞ്ഞാൽ 2 പുരുഷന്മാർ ചെയ്തു. ഫഅല എന്ന് പറഞ്ഞാൽ ഒരു പുരുഷൻ ചെയ്തു. ഫഅല എന്ന് പറഞ്ഞാൽ 2 പുരുഷന്മാർ ചെയ്തു. ഫഅലു എന്ന് പറഞ്ഞാൽ 3 പുരുഷന്മാർ ചെയ്തു. 3 അല്ല, 3 അതിൽ കൂടുതൽ പുരുഷന്മാർ ചെയ്തു. ഓക്കെ,
അപ്പൊ ഇത് സ്ഥലത്തില്ലാത്ത പുരുഷന്മാരെ പറ്റി പറയുന്ന ഫീലുകളാണ് ഇവിടെ പറഞ്ഞത്. അപ്പൊ ഇത് മൂന്നും ഇത് മൊത്തത്തിൽ എന്താണ്, മാലിയാണ്. അപ്പൊ ഈ ഫാല എന്ന് പറയുമ്പോൾ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും? അത് മാലിയാണ്. ഒന്നാമത്തേത് അത് മാലിയാണ്. പിന്നെ അത് മാറൂഫാണ്. നിങ്ങൾ ഇതിൽ അടിയിൽ നോക്കിയാൽ മനസ്സിലാവും. നമ്മള് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടോ ഓൾറെഡി, മാറൂഫ് എന്താണ് എന്നൊക്കെ. ഓക്കെ, മാലിയാണ്, അതേപോലെ തന്നെ മാറൂഫാണ്. ഇത് നമുക്കറിയാം ആരാണ് ചെയ്തതെന്ന്. ഒരാളെ പറ്റിയാണ് പറയുന്നത്, അവൻ ചെയ്തു, അല്ലെങ്കിൽ ഏതെങ്കിലും പേര് കൊടുത്തിട്ട് അയാൾ ചെയ്തു എന്നാണ് നമ്മൾ പറയുന്നത്. ഫാല എന്ന് പറഞ്ഞാൽ ഇവിടെ അവൻ എന്നൊരു ചെയ്ത ആളുണ്ട്. അപ്പൊ അവൻ ചെയ്തു എന്നാണ് പറയണത്. അപ്പൊ അത് മാലിയാണ്. അതേപോലെ തന്നെ മാറൂഫാണ്, മജ്ഹൂൽ അല്ല, മാറൂഫാണ്. പിന്നെ അതെന്താണ്, വാഹിദാണ്, വഹദാനാണ്. ഒരാളാണ് ഇവിടെ ഉള്ളത്, ഒരാളാണ് ചെയ്തത്. ഓക്കെ, പിന്നെ അതിൽ ഹുവ എന്ന് പറഞ്ഞൊരു ലൊമീറും ഉണ്ട്. ഹുവ എന്ന് പറഞ്ഞാൽ അവൻ എന്ന് പറഞ്ഞാൽ ലൊമീർ ഉണ്ട്. അപ്പൊ നമ്മള് പിന്നെ ഇത് എന്തിനുള്ളതാണ്, പുരുഷൻ മുദക്കറാണ്. അപ്പൊ 4 കാര്യങ്ങൾ നമുക്ക് ഇത് മനസ്സിലായി. ഇത് മാലിയാണ്, ഇത് മാറൂഫാണ്, പിന്നെ ഇത് വഹദാനാണ്, പിന്നെ ഇതെന്താണ്, ഇതിന്റെ ലൊമീർ ഹുവ എന്നതുമാണ്. ഓക്കെ, ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലായി. ഈ ഫഅല ഫഅലു, ഈ 3 എണ്ണത്തിനൊരു പ്രത്യേകത ഉള്ളത്. ഫഅല ഫഅല ഫഅലു, ഇത് മൂന്നും പറഞ്ഞത് ഇവിടെ സ്ഥലത്തില്ലാത്ത ആളുകളെ കുറിച്ച് സൂചിപ്പിക്കാനാണ്. അതേപോലെ തന്നെ ഇത് മൂന്നും പുരുഷന്മാരെ സൂചിപ്പിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഈ ഫഅല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അവൻ ഒരു പുരുഷൻ പ്രവർത്തിച്ചു. ഫഅല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അവർ 2 പുരുഷന്മാർ പ്രവർത്തിച്ചു. ഫഅലു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അവർ 2-ൽ കൂടുതൽ പുരുഷന്മാർ പ്രവർത്തിച്ചു. ഓക്കെ, ഇനി അടുത്തത് ഫഅലത്ത്. ഫഅലത്ത് എന്നാൽ ഉം. അങ്ങനെ നമ്മള് വിട്ടുപോയൊരു സാധനം കൂടി ഉണ്ട്. അതിൽ മുസ്ബത്ത് എന്നൊരു സാധനം കൂടി ഉണ്ട്. ഇതിന്റെ അടിയിൽ നോക്കിയാൽ കാണാം, മുസ്ബത്ത് എന്നൊരു സാധനം കൂടി ഉണ്ട്. മുസ്ബത്ത് എന്നാല് പോസിറ്റീവ് ആണ്. ഒരാൾ വന്നു, ഒരാൾ വന്നില്ല തുടങ്ങിയ കാര്യങ്ങൾ പറയുമ്പോൾ, ഒരാൾ വന്നു എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരാൾ ചെയ്തു എന്ന് പറഞ്ഞാൽ അത് മുസ്ബത്താണ്, ഒരാൾ ചെയ്തില്ല എന്ന് പറഞ്ഞാൽ മംഫിയാണ്. അതും കൂടി കഴിഞ്ഞ ടെക്സ്റ്റിൽ ഇല്ലായിരുന്നു, അത് നമ്മൾ ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ഫാലിനെ പറ്റി പറഞ്ഞു. ഇത് മാലിയാണ്, മാറൂഫാണ്, മുസ്ബത്താണെന്ന് വെച്ചാൽ പോസിറ്റീവ് ആണ്. പിന്നെ ലിദ് ദക്കരി ലൊഹൈബി, അത് ഒരു പുരുഷനെ പറ്റി പറയുന്നതാണ്. ലിദ് ദക്കരി ലൊഹൈബി എന്ന് പറഞ്ഞാൽ ഒരു പുരുഷനെ പറ്റി പറയുന്നതാണ്. ലൊമീറുഹു, അതിലുള്ളൊരു ലൊമീർ ഉണ്ട്. ലൊമീർ എന്ന് പറഞ്ഞാൽ ചെയ്ത ആള്. ഓക്കെ, അതിലുള്ള സബ്ജക്റ്റ്, അതിനെ പറ്റിയാണ് പറയുന്നത്. ലൊമീർ ഹുവ, ഒരു പുരുഷൻ ആണ്. ഇനി ഫഅല എന്ന് പറയുമ്പോൾ അവർ 2 പുരുഷന്മാർ ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇതിലെന്താണ്, ഫീല് മാലിയാണ്, മാറൂഫാണ്. മാറൂഫ് എന്ന് വെച്ചാൽ പറഞ്ഞല്ലോ, ചെയ്ത ആള് അറിയാവുന്നതാണ്. മുസ്ബത്താണ്, ഇത് പോസിറ്റീവ് ആണ്. പിന്നെ ഇത് ദക്കറൈൻ, ഇവിടെ ഉള്ള മാറ്റം എന്താണ്, നേരത്തെ വഹദാനായിരുന്നു, ഇവിടെ തസ്നിയാണ്. ഇവിടെ 2 ആൾക്കാരെ പറ്റി പറയുന്ന ഒരു ഫീലാണിത്. അപ്പോൾ ഇത് ദക്കറൈനിൽ വൈബേനി, 2 പുരുഷന്മാരെ പറ്റി പറയുന്നതാണ് ലൊമീറുഹു. അപ്പൊ അതിന്റെ ലൊമീറും മാറും. ലൊമീർ എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റ് എന്തായി, ഹുമാ എന്നായി. ലൊമീർ ഹുമാ എന്നായി മാറി. ഓക്കെ, ഇപ്പൊ ക്ലിയർ ആയില്ല അത്? അത് ക്ലിയർ ആയില്ലേ? ഓക്കെ, ഇനി ഫഅലു എന്നതുണ്ട്. ഫഅലു എന്ന് പറയുമ്പോൾ ഇതിന് ചെറിയൊരു മാറ്റമേ ഉള്ളൂ. ചെറിയ മാറ്റം എന്താണ്, അവിടെ ഉള്ള ആൾക്കാർ കൂടിയെന്നേ ഉള്ളൂ, ചെയ്ത ആൾക്കാർ കൂടിയെന്നേ ഉള്ളൂ. പറഞ്ഞോളി. മുസ്ബത്ത് മംഫി എന്ന് പറഞ്ഞാല് ബാക്കിയുള്ളതൊക്കെ മനസ്സിലായില്ലേ?
നേരത്തെ ടെക്സ്റ്റിൽ നമ്മൾ വിട്ടതാണോ അതോ അതിൽ ഓൾറെഡി ഇല്ലെന്ന് ചെക്ക് ചെയ്തോട്ടെ ഞാൻ. മുസ്ബത്ത് എന്ന് പറഞ്ഞാൽ ചെയ്ത കാര്യം അല്ല, പോസിറ്റീവ് ആണെന്നുള്ളത്. അത് ഒരാൾ ചെയ്തു എന്നുള്ളത് മുസ്ബത്താണ്, ഒരാൾ ചെയ്തില്ല എന്നുള്ളത് മൻഫിയാണ്. ഒരാൾ പോയി എന്നുള്ളത് മുസ്ബത്താണ്, ഒരാൾ പോയില്ല എന്നുള്ളത് മൻഫിയാണ്. മനസ്സിലായോ? മുസ്ബത്ത് എന്ന് പറഞ്ഞാൽ പോസിറ്റീവായ കാര്യങ്ങളെ പറ്റിയാണ് പറയുന്നത്. ചെയ്തു, വന്നു, തിന്നു തുടങ്ങിയ കാര്യങ്ങള്. മംഫി എന്ന് പറഞ്ഞാൽ അതിന്റെ ഓപ്പോസിറ്റ് ഉള്ള സാധനമാണ്. അത് ചെയ്തില്ല, വന്നില്ല, അടിച്ചില്ല, പോയില്ല തുടങ്ങിയ കാര്യങ്ങൾ. ഓക്കെ. അപ്പൊ ഫഅലു എന്ന് പറയുമ്പോഴും അതിന് ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ. അതിൽ കഴിഞ്ഞ രണ്ടെണ്ണത്തിൽ നിന്ന് ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ. അവിടുത്തെ വ്യത്യാസം എന്താ? അത് സബ്ജക്റ്റ് ചെറുതായിട്ട് മാറിയിട്ടുണ്ട്. അത് കുറെ ആൾക്കാർ ചെയ്തു എന്നാണ് പറയുന്നത്. അവിടെ ഫീല് മാലിയാണ്, മാറൂഫാണ്, മുസ്ബത്താണ്. പിന്നെ ലാസ്റ്റ് സബ്ജക്റ്റ് പറയുമ്പോൾ ലിദ്ദുക്കൂരി ഗായിബീന, ചെയ്തത് കുറെ പുരുഷന്മാരാണ്. ഗായിബീന വെച്ചാല് കുറെ പുരുഷന്മാരാണ് ചെയ്തത്. ഇപ്പൊ എന്ത് ചെയ്തു? അത് ഹും ആയി. പിന്നെ ലൊമീർ ഹും എന്നാണ്. ഓക്കെ. ഇനി ഇതൊരു മൂന്നൊരു സെറ്റാണ് കേട്ടോ. അത് ബിക്കോസ് അത് എന്താണ്, ഇവിടെ ഇല്ലാത്ത, സ്ഥലത്തില്ലാത്ത ഗായിബീങ്ങളായ പുരുഷന്മാരെ പറ്റിയാണ് പറയുന്നത്. ആ രീതിയിൽ അത് മൂന്നും ഒരു പെയറായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി അടുത്തത് സ്ഥലത്തില്ലാത്ത സ്ത്രീകളെ പറ്റി പറയുന്ന ഫീലുകളാണ്. ഫീല് മാലി. അപ്പോ മാലിയായ ഒരു കാലത്ത്, കഴിഞ്ഞു പോയൊരു കാലത്ത് സ്ഥലത്തില്ലാത്ത സ്ത്രീകൾ, ഇവിടെ ഗായിബത്തായ സ്ത്രീകൾ ചെയ്തു എന്നെങ്ങനെ സൂചിപ്പിക്കാന്നാണ് ഇനി നോക്കുന്നത്. അതിൽ ഫസ്റ്റ് എത്തത് ഫഅലത്ത്. ഫഅലത്ത് എന്ന് പറഞ്ഞാൽ അവളൊരു സ്ത്രീ ചെയ്തു, അവളൊരു സ്ത്രീ ചെയ്തു. ഇനി ഫഅലത്ത എന്ന് പറഞ്ഞാൽ അത് സ്പെല്ലിംഗ് മാറരുത് കേട്ടോ. ഈ ഫത്തൊക്കെ മാറിക്കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം മാറും. ഫഅലത്ത് ഫഅലത്ത എന്നാണ്, ഫഅൽത്ത എന്നല്ല. ഫഅലത്ത് ഫഅലത്ത ഫഅൽന. ഇത് താ അല്ല അവസാനം, ഫഅൽന എന്നാണ്. ഓക്കെ. ഫഅലത്ത് ഫഅലത്ത ഫഅൽന. അത് മൂന്നും സ്ത്രീകളെ പറ്റി പറയാനുള്ളതാണ്, സ്ഥലത്തില്ലാത്ത സ്ത്രീകളെ പറ്റി പറയാനുള്ളതാണ്. അപ്പൊ ഇതിൽ ഫസ്റ്റ് സ്ക്രീൻ പോയോ? ക്ലിയർ അല്ലേ? സ്ക്രീൻ ക്ലിയർ അല്ലേ? ആരെന്തോ ചോദിക്കണ്ടായിനോ? ഫഅലത്ത് എന്ന് പറഞ്ഞാൽ ഫീല് മാദി മാറൂഫ്. അപ്പൊ ഫഅലത്ത് എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീ, ഒരു സ്ത്രീ പ്രവർത്തിച്ചു. ഇവിടെ ഇല്ല സ്ത്രീ, എവിടെയാണ് അവൾ പ്രവർത്തിച്ചു എന്നാണ് പറയാൻ. ഫീല് മാദി മാറൂഫ് മുസ്ബത്ത് ലുൻസൽ ഓയിബത്തി തൊമീറൂഹുവ. അപ്പൊ അത് ഇതിന്റെ ഒരു ഡെഫിനിഷൻ ആയിട്ടാ പറയണത്. അത് കുറച്ചുകൂടി വിശദീകരിച്ച അതിന്റെ അർത്ഥം എന്താണെന്നാണ് പറയണത്. ഈ ഓരോ ടേം നമ്മൾ പഠിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇത് വായിച്ചാലും മനസ്സിലാക്കാൻ പറ്റും ഇതിന്റെ അർത്ഥം എന്താണെന്ന്. എന്താണ്? ഫീല് മാദിയാണ്, ചെയ്തു, കഴിഞ്ഞു പോയ ഒരു കാര്യമാണ് പറയണത്. മാറൂഫ് ആണ്, മീൻസ് അറിയാം ആ സബ്ജക്ട് ചെയ്തത്, അവളാണ് ചെയ്തത് നമുക്ക് ഇതിൽ മനസ്സിലാക്കാൻ പറ്റും. പിന്നെ മുസ്ബത്ത് ആണ്, പോസിറ്റീവ് ആണ്. ലുൻസൽ ഓയിബത്തി, പിന്നെ എന്താണ്? ലുൻസൽ ഓയിബത്തി, ഓയിബത്തായ ഇവിടെ ഇല്ലാത്ത, സ്ഥലത്തില്ലാത്ത സ്ത്രീകൾക്ക് വേണ്ടിയാണ് ആ ഫീല് പറഞ്ഞത്. ലൊമീറുഹു, അതിലുള്ള ലൊമീർ എന്താണ്? ഹിയ എന്നാണ്. ലൊമീർ എന്നുള്ള സബ്ജക്ട് ഹിയ എന്നാണ്. ഹിയ എന്ന് വെച്ചാൽ അവൾ, ഒരു സ്ത്രീ എന്നാണ്. ഓക്കെ. പിന്നെ ഫഅലത്ത് ഫഅലത്ത ഫഅൽന, ഫഅലത്ത ഫഅൽന. ഫഅലത്ത എന്ന് പറഞ്ഞാൽ ഫീൽ മാലി മാറൂഫ് മുസ്ബത്ത് നുൻസൈനിൽ ഗായിബത്തൈനി ളമീറുഹു ഹുമ. ഫഅലത്ത എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അവർ രണ്ട് സ്ത്രീകൾ ചെയ്തു. ഫഅൽന എന്ന് പറഞ്ഞാൽ അവർ കുറെ സ്ത്രീകൾ ചെയ്തു, അവർ കുറെ സ്ത്രീകൾ ചെയ്തു. അപ്പോ മൂന്നും 6 പൂർത്തിയായി. ഫസ്റ്റ് 3 എന്തിനെ പറ്റിയായിരുന്നു പറഞ്ഞത്? സ്ഥലത്തില്ലാത്ത പുരുഷന്മാരെ പറ്റി. അതിൽ തന്നെ ഫസ്റ്റത്തത് ഒരു പുരുഷനെ പറ്റി, സെക്കൻഡത് 2 പുരുഷനെ പറ്റി, 2 കൂടുതൽ പുരുഷന്മാരെ പറ്റി. രണ്ടാമത്തെ പേര് 3 ഉള്ളതിൽ നമ്മൾ പറഞ്ഞത്, ഒന്ന് സ്ഥലത്തില്ലാത്ത സ്ത്രീയെ പറ്റി, പിന്നെ സ്ഥലത്ത് ഇല്ലാത്ത 2 സ്ത്രീകളെ പറ്റി, പിന്നെ വായ്പത്തായ 2 കൂടുതൽ സ്ത്രീകളെ പറ്റി. ഓക്കെ, ഇത്രയും ക്ലിയർ അല്ലേ? ഇത്ര മതിയോ?
ഫഅൽന. ഏ ഇല്ല ഇല്ല ഇല്ല, നമ്മൾ പുരുഷന്മാരെ സൂചിപ്പിക്കുന്നത് 3 പറഞ്ഞേ, അതേപോലെ തന്നെ സ്ത്രീകൾക്ക്. ഓക്കെ. അപ്പോ ഇതിങ്ങനെ പെയറായി പഠിച്ചാൽ കുറച്ചുകൂടി സിമ്പിൾ ആയിരിക്കും. പെയറായി പഠിച്ചാൽ കുറച്ചുകൂടി സിമ്പിൾ ആയിരിക്കും. എങ്ങനെ പെയറായിട്ട് മനസ്സിലായോ? ഒന്ന് ആദ്യത്തേതില് ഫാല ഫഅല ഫഅലു നമ്മൾ പറഞ്ഞല്ലോ, അപ്പൊ അത് 3 സ്ഥലത്തില്ലാത്ത ആണുങ്ങളെ പറ്റിയുള്ളതാണ്. പിന്നെ രണ്ടാമത് നമ്മൾ പറഞ്ഞ ഫാലത്ത് ഫാലത്ത ഫാലിന, അതെന്തിനെ പറ്റിയുള്ളതാണ്? സ്ഥലത്തില്ലാത്ത സ്ത്രീകളെ പറ്റി ഉപയോഗിക്കാൻ, അവരെ ചെയ്തു എന്ന് പറയാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഫീലുകളാണ്. ഇനി മൂന്നാമത്തത് അത് മാറി, അത് വേറൊരു വകുപ്പായി. അതായത് സ്ഥലത്തുള്ള പുരുഷന്മാരെ പറ്റി അവർ ചെയ്തു എന്നെങ്ങനെ നമ്മൾ പറയും? അതിനാണ് മൂന്നാമത്തെ ഒരു പേര് സൂചിപ്പിക്കുന്നത്. അപ്പൊ അതാണ് ഫഅൽത ഫഅൽതുമ ഫഅൽതും. അതിനാണ് ഫഅൽത ഫഅൽതുമ ഫഅൽതു എന്ന് പറയുന്നത്. ഫഅൽത എന്ന് പറഞ്ഞാൽ നിങ്ങൾ കാണുന്നുണ്ടോ? ഫഅൽത എന്ന് പറഞ്ഞാല് നീ ഒരു പുരുഷൻ ചെയ്തു. ഫഅൽത എന്ന് പറഞ്ഞാൽ നീ ഒരു പുരുഷൻ ചെയ്തു. ഫഅൽതുമ എന്ന് പറഞ്ഞാല് നിങ്ങൾ 2 പുരുഷന്മാർ ചെയ്തു. ഫഅൽതും എന്ന് പറഞ്ഞാല് നിങ്ങൾ കുറെ പുരുഷന്മാർ ചെയ്തു. ഫഅൽത എന്ന് പറഞ്ഞാല് നീ ഒരു പുരുഷൻ ചെയ്തു. ഫഅൽതുമ എന്ന് പറഞ്ഞാൽ നിങ്ങൾ 2 പുരുഷന്മാർ ചെയ്തു. ഫഅൽതും എന്ന് പറഞ്ഞാൽ നിങ്ങൾ കുറെ പുരുഷന്മാർ ചെയ്തു. ഒന്ന് ഫീല്, അതുണ്ട്, ഫീല് മാലിയാണ്, മാറൂഫാണ്, മുസ്ബത്താണ്. ഇതിനോട് മാറ്റം എവിടെ വരുന്നത്? ആദ്യം നമ്മൾ പറഞ്ഞത് ദക്കയിൽ വായിബി എന്നായിരുന്നു അല്ലെ, വായിബായ പുരുഷന് വേണ്ടിയിട്ടായിരുന്നു. ഇവിടെ പറഞ്ഞെന്താ? ദക്കരിൽ ഹാദിരി, ഹാദിറായ പുരുഷന് വേണ്ടിയിട്ടാണ് പറയാ. ലൊമീറുഹു അൻത, ഇതിന്റെ ലൊമീർ എന്താണ്? അൻത എന്നാണ്. ലൊമീർ അൻത എന്നാണ്. അപ്പൊ അൻത എന്ന് പറഞ്ഞാല് നീ എന്നാട്ടോ അർത്ഥം. അർത്ഥം എന്ന് പറഞ്ഞാൽ നീ ഒരു പുരുഷൻ എന്ന അർത്ഥം. അപ്പൊ ആണ് ഫഅൽത എന്ന് പറഞ്ഞാല് നീ ഒരു പുരുഷൻ ചെയ്തു എന്നായിരിക്കും ഇതിന്റെ അർത്ഥം വരിക. നീ ഫഅൽത ഫഅൽതുമാ, ഫഅൽതുമാ എന്ന് പറഞ്ഞാൽ നിങ്ങൾ 2 പുരുഷന്മാർ ചെയ്തു. ഇപ്പൊ ഫിഇല് മാലിയാണ്, മാറൂഫാണ്, മുസ്ബത്താണ്, ഹാദിരീങ്ങളായ 2 പുരുഷന്മാരോടാണ് ഇത് പറയുന്നത്. പിന്നെ ലൊമീറുഹു അൻതുമ, ഇതിന്റെ ലൊമീർ എന്താണ്? അൻതുമ എന്നതാണ്, നിങ്ങൾ 2 പുരുഷന്മാർ എന്നതാണ്. ഫഅൽത ഫഅൽതുമ ഫഅൽതും, ഫഅൽതും എന്ന് പറഞ്ഞാൽ നിങ്ങൾ കുറെ പുരുഷന്മാർ ചെയ്തു. അപ്പൊ എന്താണ്? ഫീല് മാലിയാണ്, മാറൂഫാണ്, മുസ്ബത്താണ്, ദുക്കൂരിൽ ഹാദിരീന, ഹാദിരീങ്ങളായ ഇവിടെ ഉള്ള കുറെ സ്ഥലത്തുള്ള പുരുഷന്മാരെ പറ്റിയാണ് പറയുന്നത്. ലൊമീറുഹു അൻതും, ഇതിന്റെ ലൊമീർ എന്താണ്? അൻതും, നിങ്ങൾ കുറെ പുരുഷന്മാർ എന്നതാണ്. ഓക്കെ, അപ്പൊ അങ്ങനെ ആ 3 തീർന്നു. അപ്പൊ അത് സ്ഥലത്തുള്ള പുരുഷന്മാരെ സൂചിപ്പിക്കാനായിരുന്നു ഈ ഫഅൽത ഫഅൽതുമ ഫഅൽതും പറഞ്ഞത്. ഇനി അടുത്തതാണ് സ്ഥലത്തുള്ള സ്ത്രീകളെ പറ്റി എങ്ങനെ പറയും? അവർ ചെയ്തു, നീ ഒരു സ്ത്രീ ചെയ്തു, നിങ്ങൾ 2 സ്ത്രീകൾ ചെയ്തു, നിങ്ങൾ കുറെ സ്ത്രീകൾ ചെയ്തു എന്നെങ്ങനെ അറബിയിൽ നമ്മൾ പറയും? അതിനാണ് ഇനി വരുന്ന ഈ സർഫ്. ഫഅൽതി, ഫഅൽതി എന്ന് പറഞ്ഞാൽ ഫിഇലു മാദി മഅറൂഫ് മുസ്ബത്ത് ലുൻസൽ ഹാദിറത്തി ദമീറുഹു അൻതി. മാദിയാണിത്, മാറൂഫാണ്, മുസ്ബത്താണ്, ലുൻസൽ ഹാദിറത്തി, ഹാദിറത്തായ ഒരു സ്ത്രീക്ക് വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. ഇവിടെ സ്ഥലത്തുള്ള ഒരു സ്ത്രീയെ സൂചിപ്പിക്കാനാണ് ഇത് ഉപയോഗിക്കുന്നത്. ലൊമീറുഹു അൻതി, ഇതിന്റെ ലൊമീർ എന്താണ്? അൻതി എന്നതാണ്. പിന്നെ ഫാൽത്തുമ, ഫാൽത്തുമ എന്ന് പറഞ്ഞാൽ നിങ്ങൾ 2 സ്ത്രീകൾ ചെയ്തു. ഫീല് മാലി മാറൂഫ് മുസ്ബത്ത് ലുൻസൈനിൽ ഹാദിറത്തൈനി ലൊമീറുഹു അൻതുമ. ഓക്കെ. പിന്നെ ഫാൽത്തുന്ന, ഫാൽത്തുന്ന പറഞ്ഞാൽ നിങ്ങൾ ഒരുപാട് സ്ത്രീകൾ, നിങ്ങൾ കുറെ സ്ത്രീകൾ പ്രവർത്തിച്ചു. അവർ കുറെ സ്ത്രീകളല്ല, നമ്മൾ ആദ്യം പറഞ്ഞു ഫാൽന എന്നതായിരുന്നു. ഇവിടെ നിങ്ങൾ കുറെ സ്ത്രീകൾ പ്രവർത്തിച്ചു എന്നാണ് ഫാൽത്തുന്ന. ഫിഅൽ മാദി മഅറൂഫ് മുസ്ബത്ത് ഇനാസിൽ ഹാദിറാത്തി, ഇനാസിൽ ഹാദിറാത്ത് പറഞ്ഞാൽ കുറെ സ്ത്രീകൾ. ലമീറുഹു, അതിലുള്ള ലമീർ അതാണ് അൻതുന്ന എന്നതാണ്. അപ്പോ അതാണ് ഫാൽത്തുന്ന. ഓക്കെ, അപ്പൊ നമ്മള് എത്ര എണ്ണം പറഞ്ഞു? ഇപ്പോ 12 എണ്ണം പറഞ്ഞു. എന്നിട്ട് ലാസ്റ്റ് 2 കൂടി. ഓ, എങ്ങനെ?
ആ ഓക്കെ, സെയിം ആണ്, സെയിം ആണ്. അത് പ്രത്യക്ഷത്തിൽ സെയിം ആണ്. അൻതുമ രണ്ടിടത്തും പറയും. പിന്നെ അത് സാഹചര്യത്തിൽ നമ്മൾ പണ്ട് മറ്റേ മുതാരീന്റെ അവിടെ പറഞ്ഞ പോലെ, മുസ്തഖ്ബിലിന്റെ അവിടെ പറഞ്ഞതുപോലെ തന്നെയാണ് ഇവിടെയും സാഹചര്യത്തിൽ നിന്ന് മനസ്സിലാക്കുകയാണ് ചെയ്യേണ്ടത്. വേർഡ് നോക്കുമ്പോൾ എന്താണ്, രണ്ടും സെയിം തന്നെ. രണ്ട് പുരുഷന്മാർ ചെയ്താലും, നിങ്ങൾ രണ്ട് പുരുഷന്മാർ ചെയ്തു എന്ന് പറഞ്ഞാലും, നിങ്ങൾ രണ്ട് സ്ത്രീകൾ ചെയ്തു എന്ന് പറഞ്ഞാലും അറബി വേർഡ് സെയിം ആണ് യൂസ് ചെയ്യുക. ഓക്കെ. ഉദാഹരണത്തിന് ഏത് ഫീല വേണ്ട? അക്കല, അക്കല ആയിക്കോട്ടെ. ഭക്ഷണം കഴിച്ചു. നിങ്ങളൊക്കെ ഭക്ഷണം കഴിച്ചോ അറിയില്ല. ഇവിടെ ടൈം ആയിട്ടുണ്ട്. അപ്പൊ അക്കൽത്തുമ, അക്കൽത്തുമ എന്ന് പറഞ്ഞാല്, അക്കൽത്തുമ എന്ന് പറഞ്ഞാൽ നിങ്ങൾ രണ്ട് സ്ത്രീകൾ ഭക്ഷണം കഴിച്ചു. നിങ്ങൾ രണ്ട് സ്ത്രീകളെന്നും പറ്റും, നിങ്ങൾ രണ്ട് പുരുഷന്മാരെന്നും പറ്റും. ഓക്കെ. ഇനി ഇവിടെ ഫാൽത്തുമ എന്നാകുമ്പോ നിങ്ങൾ രണ്ട് പുരുഷന്മാർ ചെയ്തു, നിങ്ങൾ രണ്ട് സ്ത്രീകൾ ചെയ്തു. ഇനി ജലസ്തുമ എന്നാകുമ്പോ രണ്ടിനും പറ്റും പറയാം. നിങ്ങൾ രണ്ട് സ്ത്രീകൾ ഇരുന്നു എന്ന് പറയാം, നിങ്ങൾ രണ്ട് പുരുഷന്മാർ ഇരുന്നു എന്നും പറയാം. ഓക്കെ. ഇനി ഇനി ഫാൽത്തു ക്ലിയർ ആയില്ലേ? ഇനി ഫാൽത്തു, ഫാൽന എന്നുള്ള രണ്ട് സാധനമുണ്ട്. ഫാൽത്തു എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്തു. ഫാൽത്തു എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്തു. ഫാൽന എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ചെയ്തു. അപ്പൊ ഇത് കണ്ടോ, ഫീല്, മാദി, മാറൂഫ്, മുസ്ബത്ത്. ഇവിടെ ഒരു മാറ്റമുണ്ട്. നമ്മള് മാദി, മാറൂഫ്, മുസ്ബത്ത് ഇവിടെ ആണിനും പെണ്ണിനും സെപ്പറേറ്റ് ആയിട്ടില്ല. ആണായാലും പെണ്ണായാലും ഞാൻ ചെയ്തു എന്നുള്ളതാണ്. ഞാൻ ചെയ്തു എന്ന് പറയുമ്പോൾ അവിടെ ജെൻഡർ സൂചിപ്പിക്കുന്നില്ലല്ലോ. അപ്പൊ അവിടെ ഫാൽത്തു ഒറ്റ പദേ ഉള്ളൂ. ആണായാലും പെണ്ണായാലും ഞാൻ ചെയ്തു എന്ന് പറയുമ്പോൾ ഞാൻ ചെയ്തു എന്ന് തന്നെ ഈ ഫാൽത്തു തന്നെ പറയുള്ളൂ. അപ്പൊ ഫീല് മാദിയാണ്, മാറൂഫാണ്, മുസ്ബത്താണ്. ഇനി മുത്തക്കല്ലിമി ഒരു ലുൻസൽ മുത്തക്കല്ലിമത്തി. മുത്തക്കല്ലിമിനെ സൂചിപ്പിക്കാനാണ് പറയുന്നത്. മുത്തക്കല്ലിമ പറഞ്ഞാൽ പറയുന്ന ആള്. ഒരു ലുൻസൽ മുത്തക്കല്ലിമത്തി, ഈ പറയുന്ന ആണായാലും പെണ്ണായാലും അയാളെ സൂചിപ്പിക്കാനാണ് ഈ പദം ഉപയോഗിക്കുന്നത്. ലൊമീറുഹു അന. ഇതിന്റെ ലൊമീർ എന്താണ്? അന എന്നുള്ളതാണ്, ഞാൻ എന്നുള്ളതാണ് ഇതിന്റെ ലൊമീർ. ഫാൽത്തു എന്ന് പറഞ്ഞാൽ അപ്പോ ഞാൻ പ്രവർത്തിച്ചു. ഇനി വേറെ അവസാനത്തെ ഒരു പദം കൂടി ഉണ്ട്, ഫഅൽന എന്നുള്ളത്. ഫഅൽന എന്നുള്ളതാണ് അടുത്ത പദം. എന്താണ്? ഫേല് മാദി, മാറൂഫ്, മുസ്ബത്ത്, ലിൽ മുത്തക്കല്ലിമൈനി വൽ മുത്തക്കല്ലിമീന മിനദ് ദുക്കൂരി വൽ ഇനാസി വമീറുഹു നഹ്നു. ഇവിടെ എന്താ പറഞ്ഞത് മിസ്? ഇതെന്താ? മാദിയാണ്, മാറൂഫാണ്, മുസ്ബത്താണ്. പിന്നെ ഇത് ആർക്കുള്ളതാണ്? കുറെ മുത്തക്കല്ലിമീങ്ങൾക്ക്. മുത്തക്കല്ലിമീന വൽ മുത്തക്കല്ലിമീനി വൽ മുത്തക്കല്ലിമീന. രണ്ടാളായാലും, പറയുന്നത് രണ്ടാളായാലും, പറയുന്നത് രണ്ടിൽ കൂടുതൽ ആൾക്കാരായാലും, അതാണായാലും പെണ്ണായാലും അതിനുപയോഗിക്കുന്ന ഫീലാണ് ഈ ഫഅൽന എന്ന് പറഞ്ഞത്. ഓക്കെ. അപ്പോ ഇത് മൊത്തത്തിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇത് 14 എണ്ണ ഉള്ളത്. അപ്പൊ ഈ സർഫുകള് ഇത് കാണാതെ പഠിക്കണം എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം എന്താന്ന് വെച്ചാല്, ഈ രൂപത്തിലാണ് അറബിയിലുള്ള മാദിയായ ഫീലുകളൊക്കെ വരിക. നമ്മൾ ഏത് ഫീൽ എടുത്ത് നോക്കിയാലും ഈ രൂപത്തിലാണ് വരിക. ഓക്കെ. അപ്പൊ ഇതൊരു സ്ട്രക്ചറാണ്. ഇതൊരു മോഡലാണ്. പാല എന്ന് പറഞ്ഞ ഒരു മോഡലാണ്. ഇനി നമ്മള് നമുക്ക് ഒരാളെ പറ്റിയിട്ട് എന്ത് പറയണം? അവർ പോയി എന്ന് പറയണം. അപ്പൊ നമ്മള് അവർ പോയി എന്നാട്ടോ നമ്മൾ പറയേണ്ടത്. അവർ കുറെ സ്ത്രീകൾ പോയി എന്നാ പറയേണ്ടത്. അപ്പൊ നമുക്ക് തുടക്കത്തിലുള്ള ഒരു വാക്യം അറിയോ? ദഹബ എന്ന് പറഞ്ഞാൽ പോയി എന്നാണ് എന്നറിയാം. അപ്പൊ നമ്മൾ ഇങ്ങനെ സൊറഫാക്കി വെക്കാൻ മതി. ദഹബ, ദഹബ, ദഹബു, ദഹബത്ത്, ദഹബത്ത, ദഹബിന. കിട്ടി. അവര് പോയി എന്നുള്ളതിന് നമ്മൾ എന്ത് പറയാന്നുള്ളത് കിട്ടി. മനസ്സിലായോ? അപ്പൊ ഇത് നമ്മൾ പറഞ്ഞു, ഇത് സ്ട്രക്ചറാണ്. ഫാല, ഫാല, ഫാല എന്നുള്ളത് സ്ട്രക്ചറാണ്. അപ്പൊ അതിന്റെ മൊത്തത്തിലുള്ള അർത്ഥം മാത്രമേ നമ്മൾ ഇന്ന് പറഞ്ഞിട്ടുള്ളൂ. ഇത് ബേസിക് ആയതുകൊണ്ട്, നമ്മൾ പുതിയൊരു വിഷയം പഠിക്കായതുകൊണ്ട് ചെറിയൊരു കോംപ്ലിക്കേഷൻ ഉണ്ടാവും. അപ്പൊ അതാരും വിഷയാക്കണ്ട. പക്ഷെ എന്ത് ചെയ്യുക, കുറച്ച് ഇൻട്രസ്റ്റോട് കൂടിയിട്ട് ഇരുന്ന് പഠിക്കേണ്ട ഒരു സാധനമാണ് ഈ നഹ്വ് സർഫ് എന്ന് പറഞ്ഞാൽ, പ്രത്യേകിച്ച് തുടക്കത്തിലാവുമ്പോൾ. അപ്പൊ ഈ സാധനങ്ങള് നമ്മൾ ഫസ്റ്റ് തന്നെ കാണാതെ പഠിക്കാണ് വേണ്ടത്. ഇതിങ്ങനെ പറഞ്ഞ് റെഡിയാക്കണം. ഫാല, ഫാല, ഫാലു, ഫാലത്ത്, ഫാലത്ത, ഫാൽന, ഫാൽത്ത, ഫാൽത്തുമ, ഫാൽത്തും, ഫാൽത്തി, ഫാൽത്തുമ, ഫാൽത്തുന്ന, ഫാൽത്തു, ഫാൽന. ഓക്കെ. അത് കുറച്ച് പറയുമ്പോൾ തന്നെ എന്ത് ചെയ്യും, അത് റെഡിയാവും. എന്നിട്ട് അടുത്ത് നോക്കാനുള്ളത് ഈ ഫാല, ഫാല ഇതിന്റെയൊക്കെ അർത്ഥം എന്താണെന്നുള്ളത്. അത് നോട്ടിൽ എഴുതി വെച്ചാൽ വളരെ ഭംഗിയായി. ഫാല, ഫാല, ഫാലു. ഫാല എന്ന് പറഞ്ഞാൽ അവനൊരു പുരുഷൻ പ്രവർത്തിച്ചു. ഫാല എന്ന് പറഞ്ഞാൽ അവർ രണ്ട് പുരുഷന്മാർ പ്രവർത്തിച്ചു. ഫാലു എന്ന് പറഞ്ഞാൽ അവർ കുറെ പുരുഷന്മാർ പ്രവർത്തിച്ചു. എങ്ങനെ തുടങ്ങിയിട്ടുള്ള
അതിന്റെ അതിന്റെ അർത്ഥം. ഓക്കെ, അപ്പൊ നമ്മള് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ ആദ്യത്തെ മാലിയായ മുസ്ബത്തായ മാറൂഫായ ഫീലിന്റെ ഫാല ഫാല തുടങ്ങിയ ആദ്യത്തെ സർഫുണ്ട്, അതിന്റെ അർത്ഥം മാത്രമാണ് ഇന്ന് വിശദീകരിച്ചത്. പിന്നെ അതിന് മുന്നോടിയായിട്ട് നമ്മൾ എന്തായി കുറച്ച് വളരെ പ്രധാനപ്പെട്ട ടേംസുകൾ പറഞ്ഞു. അതിനെന്താണ് വഹദാൻ എന്താണ്, തസ്നി എന്താണ്, ജം എന്താണ്, മുദക്കർ എന്താണ്, മുഅന്നസ് എന്താണ്, മുസ്ബത്ത് എന്താണ്, മംഫി എന്താണ്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ടേംസുകൾ പറഞ്ഞു. ഇതൊക്കെ ക്ലിയർ ആയിട്ടുണ്ടാവുമെന്നാണ് വിചാരിക്കുന്നത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഇപ്പൊ ചോദിക്കാം, അല്ല അത് കഴിഞ്ഞിട്ട് ചോദിക്കാം. ഇത് എന്താണ് കൂടെ മനസ്സിലാവാണോ ചെയ്തത്, മനസ്സിലാവാണ്ടിരിക്കുകയാണോ ചെയ്തത്? ക്ലിയർ ആയോ? ഇത് ഈ നമ്മൾ പുതിയൊരു എന്താ പറയാ ഒരു ഫൻ തന്നെയാണല്ലോ പഠിക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു തുടക്കത്തിലുള്ള ഒരു പ്രശ്നമേ ഉണ്ടാവുള്ളൂ. ഒന്ന് റൂട്ടിൽ കയറിയാൽ ക്ലിയർ ആയിക്കോളും. പ്രത്യേകിച്ച് നമ്മൾ ഇന്ന് മൊത്തം ടേംസ് ആണല്ലോ പറഞ്ഞത്. റസാഖൊക്കെ ഇങ്ങനെ ഇത് ഇന്ന് സ്പീഡ് ആയിരുന്നോ സ്ലോ ആയിരുന്നോ? ആ ആ